ദ വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ആൻഡ് ആസ്പെക്ട്സ് ഓഫ് കോർപ്പറേഷനെ കുറിച്ചാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് മൂന്ന് തരാനുള്ളത്. എക്കണോമിക് ബെനിഫിറ്റ്, സോഷ്യൽ ബെനിഫിറ്റ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിക്കാം, ഇത് ബെനിഫിറ്റ്സിൽ ഇല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പൊ എക്കണോമിക് ബെനിഫിറ്റ് വരും, സോഷ്യൽ ബെനിഫിറ്റ് വരും, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് വരും, പൊളിറ്റിക്കൽ ബെനിഫിറ്റും വരും. അപ്പൊ അതിൽ ഇല്ലാത്തത് ഏതാന്ന് വെച്ചാൽ നമ്മൾ എന്ത് കൊടുക്കണം? പൊളിറ്റിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇതൊരു തവണ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഏതാണ് അതിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഈ മൂന്നെണ്ണാണ് വരുന്നത്: എക്കണോമിക്, സോഷ്യൽ, എഡ്യൂക്കേഷണൽ. ഇനി നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. എക്കണോമിക് ബെനിഫിറ്റ്സിൽ വരുന്നത് ഏതൊക്കെയാന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻസെന്റീവ്സ് ഇൻ ബിസിനസ് ബൈ ദാറ്റ് ഓഫ് സർവീസ് ടു ദ കമ്മ്യൂണിറ്റി. എന്താ പറയുന്നത്? പ്രോഫിറ്റ് ഇൻസെന്റീവ്സിന് പകരം ബിസിനസ്സിൽ നിന്ന് സർവീസ് കിട്ടുന്ന രീതിക്ക് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. സർപ്ലസ് എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലാക്കണം എന്നാണ് രണ്ടാമത്തെ പോയിന്റ്. എ ബ്രേക്കപ്പ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ എന്താ? മൊണോപ്പൊളി ഒഴിവാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ എക്കണോമിക് ബെനിഫിറ്റ്സിൽ വരുന്നത്. പിന്നെ ഇൻക്രീസിങ് ഇൻ പർച്ചേസിംഗ് പവർ ആൻഡ് റിയൽ വേജസ് ടു ഇൻഡിവിജ്വൽസ്. പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യുക, കൂടുതൽ ആൾക്കാർ സാധനം വാങ്ങുന്ന രീതിക്ക് ആക്കുക. ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യുക? റിയൽ വേജസ് കിട്ടുന്ന രീതിക്കും ആക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്താ? റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ബൈ എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ. ഇവിടെ എന്താ പറയുന്നത്? കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള ആ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. മിഡിൽ മെന്നെ ഒഴിവാക്കിക്കൊണ്ട്. ഒരു സാധനം വിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു മിഡിൽ മെൻ ഉണ്ടാവില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത മിഡിൽ മെന്നെ ഒഴിവാക്കിക്കൊണ്ട് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. പിന്നെ മോർ അക്യുറേറ്റ് കോറിലേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ മോർ അക്യുറേറ്റ് ആക്കി വെക്കുക. പിന്നെ അടുത്തെന്താ? സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. എല്ലാവർക്കും എംപ്ലോയ്മെന്റ് കിട്ടുന്ന രീതിക്ക് മാറ്റുക എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. അടുത്ത ജനറൽ ഇംപ്രൂവ്മെന്റ് ഇൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. എന്താ പറയുന്നത്? എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അടുത്തത് ചീപ്പ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഫാം പ്രൊഡക്റ്റ് അറ്റ് എ റീസണബിൾ പ്രൈസ്. എന്താ പറയുന്നത്? ഫാം പ്രൊഡക്റ്റ് ഒക്കെ റീസണബിൾ പ്രൈസിന് എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. അപ്പൊ ഇതിൽ ഞാൻ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. നിങ്ങൾ അത്രയും ഓർത്തിരിക്കുക. എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ്, പ്രൈസ്, അതേപോലെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ വരിക കേട്ടോ. ഇതിലില്ലാത്തത്, എക്കണോമിക് ബെനിഫിറ്റ് അല്ലാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻസെന്റീവ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, breakup of monopolistic tendencies, increasing purchasing power, reduction in cost of distribution, accurate correlation of demand and supply, stabilization of employment, improvement in employer-employee relationship, cheap marketing and processing of farm product at a reasonable price. ഇത്രയൊക്കെ അല്ലേ? അടുത്ത പോയിന്റ് എടുക്കട്ടെ. അടുത്ത സോഷ്യൽ ബെനിഫിറ്റ് ആണ്. സോഷ്യൽ ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. To provide a unique education in democracy, responsibility and toleration. ഒന്നാമത്തെ എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ കൊടുക്കണം, എല്ലാവർക്കും യൂണീക്ക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്തിനെ കുറിച്ച്? ഡെമോക്രസിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചും ആൻഡ് ടോളറേഷനെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ് സോഷ്യൽ ബെനിഫിറ്റിന്റെ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവറിന് വേണ്ടി ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. മൂന്നാമത്തത് ടു ഇവോൾവ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എമംഗ് ഓൾ. ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എല്ലാവരും തമ്മിൽ വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ടു പ്രിസർവ് സ്ട്രോങ്, ഫ്രണ്ട്ലി ഓർ ഫാമിലി സ്പിരിറ്റ് ആൻഡ് സെൻസ് ഓഫ് പ്രൈഡ് ആൻഡ് പവർ വിച്ച് ഈസ് ഇംപേഴ്സണൽ. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ത് വെക്കുക? ടു പ്രിസർവ് എ സ്ട്രോങ് ഫ്രണ്ട്ലി ഫാമിലി സ്പിരിറ്റ് വെക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടു സെക്യൂർ റാഷണൽ കൺസ്ട്രക്ഷൻ ആൻഡ് യൂണിഫൈങ് അപ്രോച്ചസ് ടു സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസ്.
സോഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള പ്രോബ്ലംസിനോട് റാഷണൽ ബുദ്ധിപരമായി പ്രവർത്തിക്കാതെ എന്ത് അപ്രോച്ച് യൂണിഫൈങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അടുത്തത് ടു പ്രിവെന്റ് അണ്ടർ എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കുക, തൊഴിലില്ലായ്മ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ടു സെക്യൂർ മോറൽ ആസ് വെൽ ആസ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്യുവർ ക്വാളിറ്റി, കറക്റ്റ് വെയിറ്റ് ആൻഡ് ഫെയർ ഡീലിങ്സ്. എന്താ പറയുന്നത്? മോറൽ ആസ് വെൽ ആസ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ, അതും ഇതിൽ വരുന്നതാണ്, സോഷ്യൽ ബെനിഫിറ്റിൽ വരുന്നതാണ്. ക്വാളിറ്റിയും കറക്റ്റ് വെയിറ്റും ഫെയർ ഡീലിങ്സും ആയിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയും. അടുത്ത് ടു പ്രിവെന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ. ഓരോരുത്തരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത് ഇല്ലാതാക്കുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ ബെനിഫിറ്റിന്റെ അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പോയിന്റ് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാവും അത് ഏത് തരം ബെനിഫിറ്റ് ആണെന്നുള്ളത്. ഇപ്പൊ ഇവിടെ എഡ്യൂക്കേഷൻ, ഡെമോക്രസി, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിലുണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ ബെനിഫിറ്റ്സിൽ വരും. പൊളിറ്റിക്കൽ പവറും സോഷ്യലായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഫ്രണ്ട്ലി ഫാമിലി ഒക്കെ കാണുമ്പോൾ സോഷ്യൽ എന്ന് ആലോചിച്ചാൽ മതി. പിന്നെ സോഷ്യൽ എന്നത് തന്നെ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസിൽ തന്നെ ഒരു സോഷ്യൽ ഉണ്ട്, അതുകൊണ്ട് അതും സോഷ്യൽ ബെനിഫിറ്റിൽ വരും. പിന്നെ അണ്ടർ എംപ്ലോയ്മെന്റും അൺഎംപ്ലോയ്മെന്റും ഒഴിവാക്കുക എന്നുള്ളത് സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് എന്താ പറയുന്നത്? മോറൽ ആൻഡ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ? മോറൽ ആൻഡ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് എവിടെയാണ്? സോഷ്യൽ ബെനിഫിറ്റിലാണ് വരുന്നത്. പ്രിവെന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാനും ഇതിൻ്റെ അകത്ത് വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് കേട്ടോ. അടുത്തത് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് ആണ്. ഈസി ഫോർമേഷൻ, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്, ജനാധിപത്യപരമായിട്ടുള്ളതാണ്. ലിമിറ്റഡ് ലാബിലിറ്റി ആണ്, ലാബിലിറ്റി അധികം ഉണ്ടാവില്ല, ബാധ്യതകൾ കുറവായിരിക്കും. ഓപ്പൺ മെമ്പർഷിപ്പ്, ആർക്ക് വേണമെങ്കിലും അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. സ്റ്റെബിലിറ്റി, അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ലോ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, അത് നടത്തി പോരാൻ വേണ്ടി അധികം കോസ്റ്റ് ആവശ്യമില്ല. ടാക്സ് എക്സംഷൻസ്, ടാക്സ് വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സിൽ ഉള്ളത് കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ 3 ബെനിഫിറ്റ് പഠിച്ചു. എന്തൊക്കെയാ? എക്കണോമിക് ബെനിഫിറ്റ്, സോഷ്യൽ ബെനിഫിറ്റ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് കേട്ടോ, 3. ഇനി ഒരു കാര്യം കൂടെ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റിൽ പറയുന്നുണ്ട്. കോപ്പറേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. കോപ്പറേഷൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താ പറയുന്നത്? സംടൈംസ് എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസസ് കോപ്പറേറ്റീവ്സ്. ചില സമയത്ത് എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ? എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു? കോപ്പറേറ്റീവ്സിനെ ഉണ്ടാക്കുന്നു. വൈൽ സംടൈംസ് കോപ്പറേഷൻ സ്പോൺസർ എഡ്യൂക്കേഷൻ. ചില സമയത്ത് കോപ്പറേഷൻ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷനെ സ്പോൺസർ ചെയ്യുന്നു അല്ലെ? അപ്പൊ ഇത്രയൊക്കെ അല്ലേ? അടുത്ത പോയിന്റ് എടുക്കാം അല്ലേ? ഇനി അടുത്തത് ആസ്പെക്ട്സ് ഓഫ് കോപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്. ആസ്പെക്ട്സ് 3 തരമുണ്ട്. എക്കണോമിക്, സോഷ്യൽ ഓർ മോറൽ ഓർ എത്തിക്കൽ ആസ്പെക്ട്. 3 എക്കണോമിക് ആസ്പെക്ട്, സോഷ്യൽ ആസ്പെക്ട്, മോറൽ ഓർ എത്തിക്കൽ ആസ്പെക്ട്സ്. അടുത്തത് എക്കണോമിക് ആസ്പെക്ട് എന്താണെന്നുള്ളതാണ് പറയുന്നത്. The main basis for starting cooperative society is the necessity of satisfying common economic need by mutual help and mutual effort. ഒരു മ്യൂച്വൽ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ എഫോർട്ടോട് കൂടി കോമൺ എക്കണോമിക് നീഡ്, എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു എക്കണോമിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒരു കോമൺ എക്കണോമിക് നീഡ് എന്ത് ചെയ്യുക? സാറ്റിസ്ഫൈ ചെയ്യുക. ഇനി എക്കണോമിക് ആസ്പെക്റ്റിന്റെ പർപ്പസ് എന്താന്ന് പറയുന്നത്? ഇതിന്റെ പർപ്പസ് എന്താണ്? മെറ്റീരിയൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. മെറ്റീരിയൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ, മെമ്പേഴ്സിന്റെ മെറ്റീരിയൽ ആയിട്ടുള്ള അതേപോലെ എക്കണോമിക് ആയിട്ടുള്ള വെൽഫെയർ ആണ് എക്കണോമിക് ആസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സോഷ്യൽ ആസ്പെക്ട് എന്താന്ന് നോക്കാം. The main social values contributed through cooperative organizations are. Social values കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലൂടെ കിട്ടുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. To train people to take initiatives in organizing. ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ആളുകളെ എന്ത് ചെയ്യുക? ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. To train people.
ഇനി അടുത്ത എന്താ പറയുന്നത്, ടു അസ്യൂം റെസ്പോൺസിബിലിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡയറക്ഷൻ. അഡ്മിനിസ്ട്രേഷനും ഡയറക്ഷനും നടത്താനുള്ള റെസ്പോൺസിബിലിറ്റീസ് അസ്യൂം ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ടു ക്രിയേറ്റ് എക്സ്പേർട്സ് ഫ്രം their own branch to carry on enterprises in their own interests. എന്ത് ചെയ്യാം, എക്സ്പേർട്ടിനെ ക്രിയേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, എന്റർപ്രൈസ് ക്യാരി ഓൺ നടത്താൻ വേണ്ടിയിട്ട്, എന്റർപ്രൈസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറെ എക്സ്പേർട്ടുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ സോഷ്യൽ വാല്യൂസ് മൂന്നെണ്ണം പറഞ്ഞു. ടു ട്രെയിൻ പീപ്പിൾ, പിന്നെ റെസ്പോൺസിബിലിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡയറക്ഷൻ, ക്രിയേറ്റ് എക്സ്പേർട്സ്. ഇനി സോഷ്യൽ ആസ്പെക്ട്സിൽ വരുന്ന ഒരു കാര്യം കൂടെ പറയാം. കോർപ്പറേഷൻ ഈസ് ആൻ ഇൻഡസ്ട്രി വേർ ഫൈൻ റാഷണൽ ഹ്യൂമൻ ബീങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ മെറ്റീരിയൽസ് ഓഫ് ഹോണസ്റ്റി, ലോയൽറ്റി, ക്വാളിറ്റി ആൻഡ് സർവീസസ്. എന്ത് ചെയ്യാം, കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ആരെ ഉണ്ടാക്കുക, നല്ല ഫൈൻ ആയിട്ടുള്ള റാഷണൽ ഹ്യൂമൻ ബീങ്സിനെ, നല്ല ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓണസ്റ്റി, ലോയൽറ്റി, ക്വാളിറ്റി ആൻഡ് സർവീസസ്, ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് സോഷ്യൽ ആസ്പെക്റ്റിൽ പറയുന്നത്. ഇനി ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്, അത് ഏതായിരുന്നു, മോറൽ ഓർ എത്തിക്കൽ ആസ്പെക്ട് അല്ലേ. A person who knows the difference between right and wrong and chooses right is moral. അതാണ് the moral or ethical aspect. എന്താ പറയുന്നത്, ഒരാൾക്ക് നല്ലതും ചീത്തതും എന്താന്ന് കണ്ടാൽ തിരിച്ചറിയുകയും അതിൽ നിന്ന് നല്ലത് എടുക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മോറൽ എന്ന് പറയാം അല്ലെ. A person morality is reflected in his willingness to do the right thing even if it is hard or dangerous is ethical. ഇപ്പൊ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാണ്, പക്ഷെ അത് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചിരുന്നാലും അയാൾ അത് ചെയ്യാണ്, അത് എത്തിക്കലാന്ന് പറയാം. എത്തിക്സ് ആർ മോറൽ വാല്യൂസ്. എത്തിക്സ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മോറൽ വാല്യൂസ് എന്ന് പറയാം. ഇനി ആൽഫ്രഡ് മാർഷൽ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ എയിംസ് അറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഹ്യൂമൻ ബീങ്സ്. നല്ല ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ആൽഫ്രഡ് മാർഷലിന്റെ കോട്ട് തന്നിട്ട്, കോർപ്പറേഷൻ എയിംസ് അറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഹ്യൂമൻ ബീങ്സ് എന്നുള്ള ഈ ഒരു കോട്ട് തന്നിട്ട് ഇത് പറഞ്ഞത് ആരാന്നൊക്കെ ചോദിക്കാം. ആരാ പറഞ്ഞ, ആൽഫ്രഡ് മാർഷൽ ആണ് ഇത് പറഞ്ഞത് കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അതിൻ്റെ അകത്ത് വരുന്ന മോറൽ ഓർ എത്തിക്കൽ വാല്യൂസിൽ. ജനറോസിറ്റി, ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, കൈൻഡ്നെസ്, ഇത്ര ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വില്ലിംഗ്നെസ് ടു ഗീവ് റിസോഴ്സസ്, ഹെൽപ്പ് ഓർ ടൈം ടു അതേഴ്സ്. വേറൊരാളെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു സാധനം കൊടുക്കാനുള്ള ഒരു വില്ലിംഗ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ജനറോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അടുത്ത ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ, സത്യസന്ധത അല്ലെ. ബീങ് ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ, എല്ലാവരോടും ട്രൂത്ത്ഫുൾ ആയിട്ടും സിൻസിയർ ആയിട്ടും നിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ഇന്റഗ്രിറ്റി, സ്റ്റിക്കിംഗ് ടു യുവർ മോറൽ ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മോറൽ ആയിട്ടുള്ള ആ വാല്യൂസിൽ തന്നെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതിന് വിട്ടുപോകാതെ വേറൊരു ചാഞ്ചാട്ടം ഉണ്ടാവാൻ നിൽക്കുക എന്നുള്ളതാണ് ഇന്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, ബീങ് കൺസിഡറേറ്റ് ആൻഡ് ട്രീറ്റിംഗ് അതേഴ്സ് വെൽ. ബാക്കിയുള്ളവരോട്, കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, കരുണ അല്ലെ. ബാക്കിയുള്ളവരോട് നന്നായി പെരുമാറുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യാന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. അപ്പം നമ്മളിപ്പോ 3 പോയിന്റ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു, സോഷ്യൽ, എക്കണോമിക്, മോറൽ ഓർ എത്തിക്കൽ ആസ്പെക്ട്സ് അല്ലെ. അടുത്ത കുറച്ച് ബുക്സും അതിന്റെ ഓതേഴ്സും ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോർപ്പറേഷന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞിരുന്നു, TN ഹജീലയുടെ, H കൽവേർട്ടിന്റെ ഒക്കെ. അപ്പൊ അവരുടെ ബുക്കുകൾ ഏതാന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും ബുക്സ് അല്ല ഉള്ളത്, കുറച്ച് കൂടുതലുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വേറൊരു ക്ലാസ് ബുക്സിന്റെ തന്നെ ഒരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് മാത്രം ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. TN ഹജീല, പ്രിൻസിപ്പൽ പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ. പ്രിൻസിപ്പൽ പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ. പ്രോബ്ലംസ് എന്ന് കണ്ട, പ്രിൻസിപ്പൽ പ്രോബ്ലംസ് എന്ന് കണ്ട ആരെ കൊടുക്കുക, TN ഹജീലനെ കൊടുക്കുക. ഏത് വർഷമാണ്, 1981 ഇറങ്ങിയ ബുക്കാണ് അത് കേട്ടോ. TN ഹജീലന്റെ പ്രിൻസിപ്പൽ പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ. ഓക്കെ അല്ലേ. അടുത്തത് H കൽവേർട്ട്.
എച്ച് കൽവേർട്ടിന്റെ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ. ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ എന്നാണ് വരുന്നതെങ്കിൽ എച്ച് കൽവേർട്ടിനെ ഓർക്കാം. അടുത്ത ജെ എസ് മില്ലിന്റെ ബുക്ക് ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി. പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്നുള്ളതാണ് ജെ എസ് മില്ലിന്റെ ബുക്ക്. 1976 വന്നതാണിത്. 1976 പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്നുള്ളതും ജെ എസ് മില്ലിന്റെ ബുക്കാണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാട്ടോ. പ്രിൻസിപ്പൽ പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ ആരുടെ ബുക്കാണെന്ന് ചോദിക്കാം. ഇ എൻ ഹജീലന്റെ ബുക്കാണെന്ന് ഓർത്തിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. കോർപ്പറേഷന്റെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.